ആഘോഷം ഏതായാലും അവസാനം ചെന്ന് നിൽക്കുന്നത് അത് ആഹാരത്തിലായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓണവും. ഓണം അവസാനിക്കുന്നതും ഓണസദ്യയും പൂക്കളവും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഓണസദ്യയിൽ വയറും അതുപോലെ തന്നെ മനസ്സും നിറയുന്ന ഒരു വിഭവമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സാമ്പാറൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്മമാരുടെ അടുക്കളയിൽ ഇടം പിടിച്ച ഒരാളാണ് എരിശ്ശേരി. എരിശ്ശേരിയിലെ രാജാവായ മത്തങ്ങ എരിശ്ശേരിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ സിമിയ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് വൻപയർ എടുക്കണം. വൻപയർ തന്നെ 2 ടൈപ്പ് കളറുണ്ട്. കളർ കുറഞ്ഞ ടൈപ്പും ഉണ്ട്, കൂടിയ ടൈപ്പും ഉണ്ട്. കളർ കൂടിയ ടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ, അതിനാണ് ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിത് കുതിർത്താതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കുതിർത്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ 1-2 വിസിൽ അടുപ്പിച്ചാൽ പയർ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. കുതിർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുതിർത്തുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം. പയർ വറുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മത്തങ്ങയാണ്. മത്തങ്ങ ആ ഒരു തൊലിയൊക്കെ കുറച്ച് ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ തൊലി കളഞ്ഞതേ ഉള്ളൂ. തൊലിയോടുകൂടി കുറച്ചൊക്കെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല ചെത്തിയെടുക്കുന്ന സമയത്ത്. 2 കപ്പ് മത്തങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ പയറെടുത്ത അതേ സെയിം ഗ്ലാസ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സെയിം കപ്പ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് 1/2 ചേർത്തിട്ടുള്ളത്. എരിവ് കുറവാണെങ്കിൽ ഒരു 3 സ്പൂണോളം ചേർക്കാവുന്നതാണ്. ഒരു 5 പച്ചമുളക്, ആവശ്യത്തിന് കല്ലുപ്പ് തന്നെ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുക. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് മുതൽ 2 കപ്പ് വരെ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തേങ്ങയുടെ അടിയിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. കാരണം നമ്മൾ എരിശ്ശേരിക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ നല്ല ജീരകം, ഒരു 5 ചെറിയുള്ളി, 5 വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പട്ടുപോലെ അരച്ചെടുക്കണ്ട, തരിതരിയായിട്ട് അരച്ചെടുത്തേച്ചാൽ മതി. എരിശ്ശേരിക്ക് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഒരു തരിതരിയായിട്ട് നന്നായിട്ട് മിക്സ് ആവാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2 സ്പൂണോളം കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 15 ചെറിയുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയുള്ളി നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കുറച്ചൊക്കെ ചില ആൾക്കാർ ഉടച്ചു കൊടുക്കും, ചിലരെ ഉടച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് മത്തങ്ങ ഉടച്ചു കൊടുക്കണതാണ് ഇഷ്ടം. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1 സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 1 സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളകും കൂടെയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ തേങ്ങ നമ്മൾ എരിശ്ശേരിക്ക് യൂസ് ചെയ്യണം. എന്നാലാണ് ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറും ആവാട്ടോ. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറി നന്നായിട്ട് തിളപ്പിച്ച് വച്ചേക്കുന്നതാണ്. ഇനി അതിലേക്ക് ഈ ഒരു വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് കറി തണുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ടെക്സ്ചറാണ്. തണുത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് എരിശ്ശേരിയുടെ ഒരു ടെക്സ്ചർ വരുന്നത് കേട്ടോ. കുറച്ചും കൂടെയും അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തിക്കായിട്ട് വരും. ഇതാണ് എരിശ്ശേരി തണുത്തതിന് ശേഷമുള്ള ടെക്സ്ചർ എന്ന് പറയുന്നത്. കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന എരിശ്ശേരിയുടെ റെസിപ്പിയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെയല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സിമിസ് കിച്ചൺ എന്ന് പറയുന്ന FB ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ഓണർ റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റ, ബൈ, സി യു.